ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിത്യനായ ഉഭയദോദോമിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ പെട്ടകം ഉഭയദോദോമിൻ്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ തൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ ദൈവസാന്നിധ്യം നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ നിറഞ്ഞ് നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തം മുൻപേ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തു യേശുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാതെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകി തന്ന വലിയ ദാനമാണ് ദൈവത്തിൻ്റെ കൃപ. അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിൽ നിന്നകന്ന് ദൈവമില്ലാതിരുന്ന് ജീവിച്ചിരുന്ന നമ്മളെ കർത്താവിൻ്റെ സ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ പിതാവിൻ്റെ വലിയ സ്നേഹം കൊണ്ട് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകിത്തന്ന് ആ കർത്താവിലൂടെ ഉള്ള രക്ഷ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമ്മൾ ഈ ഇതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ രക്ഷ നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കും. ആ പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക്, ആ പുത്രത്തിൻ്റെ അവകാശത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളെ, നമുക്ക് അതിജീവിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ ജയിച്ച് ആ പുത്രൻ്റെ രാജ്യത്തിലാക്കുവാൻ ദൈവം നമ്മളോട് കൃപ കാണിച്ചിരിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദിനംപ്രതി നമ്മൾ ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, കർത്താവിനോടുള്ള ബന്ധത്തിൽ, വചനത്തിലെല്ലാം നമ്മൾ വർദ്ധിച്ചു വരണം. നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ട് സ്നാനമായിട്ട് ദൈവത്തെ അറിഞ്ഞു. അതുപോലെ ഇരിക്കുവാനല്ല, ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിനോട് കൂടെ അടുക്കുവാൻ, ആ ബന്ധത്തിൽ കൂടുതൽ നിൽക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് കൂടുതൽ നോക്കുവാൻ, ആ ദൈവത്തോട് അടുത്തു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 2 പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുക എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദിനംപ്രതി നമ്മൾ ഓരോന്നിനും വർദ്ധിച്ച് ദൈവത്തോട് കൂടുതൽ അടുത്ത് ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നമ്മെ നിറച്ച് അനുഗ്രഹിക്കുവാനിടയാകും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ വർദ്ധിച്ചു വരുവാൻ, ദൈവമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കുടുംബമായി കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാ വഴികളിലും ദൈവത്തിന്റെ സമാധാനം കൊണ്ട്, എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.